ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡേ 2 ആണ് കേട്ടോ. ഡേ 2 അജ്മാൻ കോർണിഷ് ആണ്. 49 ചാലഞ്ചിൽ ഡേ 2 ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ഡേ 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഡേ 1 ഷാർജ കോർണിഷിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഡേ 2 അജ്മാൻ കോർണിഷിലാണ്. അപ്പോൾ എന്താ പറയുക, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് കുറച്ച് എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ജലദോഷവും അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. പിന്നെ എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായം, എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് നമുക്ക് കാണാം കേട്ടോ. ഇഷ്ടമാണ് കേട്ടോ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കയറി വരുമ്പോ തന്നെ അതാ ഒരു ബോട്ടിംഗ് സർവീസ് ആണ് ഇത് കേട്ടോ. ഇത് പെർ ഹെഡ് 100 dirhams. പിന്നെ ഈ ചെറിയ ബോട്ട് പെർ ഹെഡ് 50 dirhams ആണ് തോന്നുന്നു കേട്ടോ. ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ട് പറഞ്ഞാലോ. ഇത് 100 dirhams ആണ്. അതിൽ നമുക്ക് ഫുഡ് അല്ലത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇവിടെ നൈറ്റ് വന്നാൽ. ഇതിപ്പോൾ നമ്മൾ വന്ന ടൈം വെച്ചാൽ ഒരു ഈവനിങ് ഒരു 6 o'clock ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നല്ല എന്താ പറയുക, നമുക്ക് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ UAE ഫസ്റ്റ് വന്നിട്ട് വിസിറ്റ് ചെയ്ത ഫസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് എന്താ പറയുക, നിങ്ങൾക്ക് അറിയുണ്ടാവും കേട്ടോ ഇവിടെ ഒരുപാട് കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു കഫേയാണ് കേട്ടോ, ഇത് വേറൊരു കഫേയാണ്. ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. പേഴ്സണലി പറയുകയാണെങ്കിൽ എക്സ്പെൻസീവ് ആണ്. എന്നാലും എന്താ പറയുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് മോസ്റ്റ്ലി കഴിക്കാൻ പറ്റും കേട്ടോ. ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇക്കും മോളും എടുക്കാൻ പോയി എന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. രണ്ടാളും നല്ല കറക്കാണ്. എന്നോട് എനിക്ക് വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ മോളേക്ക് കറങ്ങട്ടെ അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇക്കും മോളും കൂടി പോയിട്ടുള്ള. ഞാൻ ഒറ്റക്കാണ്, അവരിവിടെ എവിടെയും കാണാനില്ല. എവിടുക്ക പോയണാവോ. എന്തായാലും മോളെ കിട്ടിയപ്പോ നമ്മളൊന്നും വേണ്ടെന്നുള്ളൊരിതാണ് തോന്നുന്നുണ്ട്. പറയാൻ പറ്റില്ലല്ലോ ഇതാണ് ഇത്. അപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മോളെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താ പറയാ, ചെറിയ കുട്ടിയില്ലേ, അപ്പൊ നമുക്ക് ചിലപ്പം കരയും. അപ്പോൾ വേറെ ആരുടെടുത്തെങ്കിലും ആവും അങ്ങനെയൊക്കെ. ഇപ്പം ഇന്ന് ഞാൻ കൂടി മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നലെ അങ്ങനെ തന്നെ ഷാർജ കോർണിഷിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് കേട്ടോ പോയത്. ഇവിടെ അതാ വേറൊരു കഫേ കാണുന്നുണ്ട്. ഇവിടെ അതാ വേറൊരു കഫേ ഉണ്ട്. ഇവിടെ മോസ്റ്റ്ലി കഫേ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട്. ചിലയിടത്തൊക്കെ എന്താ പറയുക പ്രൈസ് കുറവ് കാണുന്നുണ്ട്, പക്ഷെ ചിലയിടത്ത് പ്രൈസ് കൂടുതലുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. ഞാനിനി നൈറ്റ് വൈബിന് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ വണ്ടിയിൽ ഓടിക്കുന്നത് കാണിച്ചത്. ഇപ്പോൾ ഓടിച്ചൊരു രസമില്ല. നൈറ്റിൽ വരുമ്പോൾ നല്ല നൈറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നൈറ്റ് വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറച്ച് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കപ്പലും കാര്യങ്ങളും കുറച്ച് സൂം ചെയ്തിട്ട് കപ്പലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അല്ല നല്ല ദൂരം കേട്ടോ ഗൈസ്. ഞാൻ എന്താ പറയുക ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ ആ വണ്ടിയും നല്ല രസമാണ് കേട്ടോ കാണാൻ. നമുക്ക് മൂപ്പരോട് ചോദിച്ചൊക്കെ എത്രയാണ് പ്രൈസ് എന്താണെന്നൊക്കെ. പിന്നെ ഇതാ ഇവിടെ ഫെസ്റ്റിവൽ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ഒരു ഷോപ്പ് ഓപ്പണിംഗ് സോണ് ആണ്. അതുപോലെ ഇതാ ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇവിടെ മോസ്റ്റ്ലി നടക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ റമദാൻ നൈറ്റ് അങ്ങനെ പറഞ്ഞിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടെ വരാനും എനിക്കിഷ്ടമാണ്, കാരണം നല്ലൊരു വൈബായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പ്രൈസ് ഹൗ മച്ച്? നോ വീഡിയോ 15 minutes 30 dirhams. 30 minutes 15 dirhams ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഇവരിത് എടുക്കാൻ പോയി പഠിച്ചോനെ. ഞാനിപ്പോൾ ഇവര് കാണുന്നില്ല. എന്തായാലും ഏതുവരെ പോയാലും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഞാനിത് നമുക്ക് ഫസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ഉള്ളിൽ കയറാം. എന്നിട്ട് അവിടെ ഈ സെയിം തന്നെ കേട്ടോ ഷോപ്പ് തന്നെ. ഇത് ഞാൻ ചോദിച്ചപ്പോൾ 15 dirhams ആണ് കേട്ടോ പറഞ്ഞത് പെർ ഫാമിലി. ഒരു ഫാമിലിക്ക് 15 dirhams ആണ് കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് ഞാൻ നൈറ്റിൽ വരുമ്പോൾ നമുക്ക് അതിലൊക്കെ കയറിയിട്ട് വീഡിയോ എടുക്കാം. ഇപ്പം ഞങ്ങൾ വന്നത് ഒരു 6 മണിയൊക്കെയാണ് കേട്ടോ. ഇപ്പം നൈറ്റ് വൈബ് എന്തായാലും ഞാൻ അടുത്തന്നെ എടുക്കാം. നൈറ്റിൽ വരുമ്പോൾ ഇവിടെ നല്ല ഭംഗിയാവും. നെക്സ്റ്റ് വീഡിയോ നമുക്ക് നൈറ്റ് വൈബ് എടുക്കാം കേട്ടോ. ഞാനും ഇനി 49 ചാലഞ്ചിൽ അത് എടുക്കണ്ടല്ലോ എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ ഇതാ കാർണിവല് നടക്കുകയാണ്. ഇത് നല്ല സപ്പോർട്ടാട്ടോ വീഡിയോ എടുക്കുമ്പോൾ തന്നത്. ഞാനത് അവര് കഴിക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മക്ക് എന്താ പറയാ ഇപ്പൊ വേണ്ടെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇതാ കാർണിവലിലെ ഓരോ പരിപാടികൾ
കുറേ എന്താ പറയുക ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ നൈറ്റ് വന്നാലാണ് നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് എന്നറിയാം. പിന്നെ അതുപോലെ ഇതെന്താണാവോ പ്രൈസ് വരുന്നത്. ഇവിടെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ എന്താ പറയാ 3D തോന്നുന്നു. ഇതിന്റെ എല്ലാം തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ നല്ല ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നല്ല റിങ്സ് കണ്ടോ, റിങ്, അതുപോലെ തന്നെ ഒരു എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അത് ഇവിടേക്ക് വന്നപ്പോൾ അവിടെ ഡ്രസ്സ്, ഒരുപാട് ഡ്രസ്സിന്റെ കളക്ഷൻസ് ഞാൻ നോക്കിയിട്ടില്ല. ഇവിടെ മുന്നേ അബായാസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി അടിപൊളി അബായ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ നിങ്ങളെൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇവിടെ മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയാ വെള്ളത്തിന്റെ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉണ്ടോ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട്. എന്തായാലും ഇൻഷാ അല്ലാ ഞാൻ നൈറ്റ് വൈബ് എന്തായാലും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. നൈറ്റിലൊന്ന് വരണ ഇവിടെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ മതി. അപ്പോഴൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് നടക്കാലോ. ഇവിടെ ചിലവരൊന്നും വീഡിയോയിലേക്ക് വരില്ല കേട്ടോ. ഇവിടെ എന്തെടുത്താലും 5 dirhams ഉണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കട്ടെ അവിടെ എന്തൊക്കെയാ ഉള്ളത്. 5 dirhams ബാഗ്സ് ഒക്കെ കാണാം. പക്ഷെ ഇതെന്താ യൂസർ പോലെ ഉണ്ട് കേട്ടോ ബാഗ്സ് ഒക്കെ കാണുമ്പോൾ. എന്നാലും കുഴപ്പമില്ല. ഈ ബ്ലാക്ക് കുഴപ്പമില്ല കേട്ടോ. ബ്ലാക്ക് ചാനലിലെ ബാഗാണ് കേട്ടോ. ഒക്കെ ബ്രാൻഡഡ് ആണെന്ന് തോന്നുന്നത്, പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ എന്താ 5 dirhamsന് ഷോളോ ഡ്രസ്സോ എന്തൊക്കെയോ ഉണ്ട്. അവിടെ ഡ്രസ്സും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ എന്താ അവളോട് പറയാ, അല്ല എനിക്ക് ഇവിടെ ഇങ്ങനത്തെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുന്നത്. ഇവിടെ പാർട്ടി വെയറാ തോന്നുന്നുണ്ട് കേട്ടോ ഡ്രസ്സിന്റെ കളക്ഷൻസ്. അതോ ഒരു സൈഡിൽ മോഡേൺ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതൊക്കെ പ്രൈസ് ഒന്നും ചോദിച്ചു. ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയാ ഫീഡിങ് ഫ്രണ്ട്ലി അല്ല കേട്ടോ. അപ്പൊ ഞാൻ നോക്കുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ഫീഡിങ് ഫ്രണ്ട്ലി അല്ല, പക്ഷെ നല്ല മെറ്റീരിയൽ, നല്ല മെറ്റീരിയൽ. പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനത്തെ ഓരോ മോഡൽസ് കാണുന്നു കേട്ടോ. പായ ഇത് നല്ല ഭംഗിയുണ്ട്. ഈ കാണുന്നതും പിന്നെന്താ കുറേ കളിക്കുന്ന ഐറ്റംസ്, ബേബി ടോയ്സ്, ഒരുപാട് ഐറ്റംസ് നല്ല ഭംഗിയുണ്ട്. നമ്മൾ പിന്നെ വന്നിട്ട് തന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ ഇവിടെ ഒന്നും കയറില്ല. അതൊന്നും ഞാൻ ടോയ്സ് വാങ്ങാറില്ല. ഇത് വന്നിട്ട് നടക്കുന്നത് അങ്ങനെ നല്ല ഭംഗിയുള്ള അബായകളൊക്കെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അവിടെ. ഇത് ഭയങ്കര ഇഷ്ടം. നല്ല വലിയ വർക്ക് തന്നെ ഇഷ്ടമായില്ല ഗൈസ്. പിന്നെ ഈ ഒരു ജൂട്ടാണ് മെറ്റീരിയൽ വരുന്നത്. സൗണ്ട് പോയിട്ട് വർത്താനം അറിയാൻ കഴിഞ്ഞില്ലടോ. ടീഷർട്ടിൻ്റെ ഒരു സെക്ഷൻ തന്നെ കേട്ടോ. ബേബി ടീഷർട്ട്, അതുപോലെ സ്വെറ്റർ. 5 dirhams 10 dirhams ആണ് കേട്ടോ പ്രൈസ് പറഞ്ഞത്. റമദാന്റെ ഐറ്റംസ് ഒക്കെ ഒരുപാട് എന്താ പറയാ റമദാന്റെ പരിപാടികളാണ് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ റമദാൻ കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ, അതാണ് കേട്ടോ. എന്താ അവിടെ പെർഫ്യൂംസ് സെയിൽ ചെയ്യുന്നുണ്ട്. അതാ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയാ ബേബീസ് കളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എന്താണ് ചാടി പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് പറ്റിയൊന്നും അങ്ങനത്തെ സ്ഥലത്തൊന്നുമില്ല. എന്തായാലും ഇൻഷാല്ലാ ഇവിടെ ഒരു വാട്ടർ തീം പാർക്കിൽ പോകണമെന്ന് നല്ലൊരു ഇതുണ്ട് കേട്ടോ. വെള്ളം കാണുമ്പോൾ തൊടാനുള്ളൊരു പൂതിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ സെക്യൂരിറ്റി നിൽക്കണ കാരണം ആദ്യമൊക്കെ അലൗഡ് ആയിരുന്നു. ഞാൻ ഇന്ത്യയിലൊരു വീഡിയോസ് ഒക്കെ ഉണ്ട്, തൊടുന്ന വീഡിയോസ് ഒക്കെ. അപ്പോൾ ഇവിടെ കുറേ എന്തൊക്കെ കഴിക്കാനുള്ളതും വിൽക്കാനുള്ളതൊക്കെ ഉണ്ട്. ഫുഡും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ലൈക്ക് ഒരു മരമൊക്കെ ആയിട്ട്. പിന്നെ എന്താണ് നിങ്ങൾ എന്താ പറയാ വീഡിയോയിലൊക്കെ ഒന്ന് കമന്റ് ഇടുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോ. ഞാൻ UAE പ്ലേസസ് എടുക്കാൻ തന്നെ കാരണം ഓരോ കമന്റ്സ് വരുമല്ലോ നമുക്ക്. അതിനൊക്കെ റിപ്ലൈ കൊടുക്കാലോ എന്നുള്ള
ഇവിടെ അതാ കുനാഫ ഉണ്ട് കേട്ടോ. ഇൻഷാല്ലാ നമുക്കത് കഴിക്കണം. ഇന്ന് ഞങ്ങളൊന്നും കഴിക്കാൻ നിൽക്കുന്നില്ല, കാരണം ഞങ്ങളിന്ന് ദുബായ് മോളിൽ പോവാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ദുബായ് മോളിലെ വീഡിയോ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. കുനാഫ എല്ലാ ഐറ്റംസും അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ട് ഗൈസ്, ഞാൻ എന്താ പറയാ, ഇക്ക ബേബിനായിട്ട് നടക്കുന്നത് കാരണം വീഡിയോ എടുത്തരാൻ ആരുമില്ല. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്താ പറയാ, അപ്പൊ ആ അബായന്റെ വേറൊരു സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ടാവായ പ്രൈസ് അത്യാവശ്യം വരുന്നുണ്ട്. മുന്നൊക്കെ 50 ദിർഹംസും 40 ദിർഹംസ് ഒക്കെ വന്നിരുന്ന അബായസ് ഇപ്പോൾ പ്രൈസ് നല്ല കൂട്ടിയിട്ടുണ്ട് അവര്. ഒരുപാട് അബായന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അബായന്റെ കളക്ഷൻസ് ഒക്കെ. ഓൾ 15 ദിർഹംസ് ആണ് കേട്ടോ പൈസ വരുന്നത് ഈ സെക്ഷനില്. ഇതാ മെറ്റീരിയലും വരുന്നുണ്ട് അവിടെ. നല്ല മോഡൽ അബായ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് എപ്പോഴും ഉണ്ടാവില്ല. ഇപ്പൊ ഇത് നമ്മുടെ ഇത് കഴിഞ്ഞാല് ഇവര് പോവും കേട്ടോ. എന്താ പറയാ, വിന്റർ കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പൊന്നും ഉണ്ടാവില്ല, കാരണം നല്ല ചൂടായ കാരണം ഇവിടെ ഷോപ്പൊന്നും അവൈലബിൾ ആയിട്ടില്ല കേട്ടോ. നല്ല നല്ല ടോപ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അടിപൊളി ടോപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ റെസ്റ്റോറൻറ്റ്സ്. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ് ഇതാ ഇവിടെ നിന്ന് എടുക്കുന്ന ബെഡ്ഷീറ്റ്സ് ആണ് കേട്ടോ. മോസ്റ്റ്ലി ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ബെഡ്ഷീറ്റ് വാങ്ങാറുണ്ട് കേട്ടോ. നല്ല നല്ല ക്വാളിറ്റി ബെഡ്ഷീറ്റ്സ് 25-20 ദിർഹംസിന് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് നല്ല ബാഗ് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്താ പ്രൈസ് വരുന്നത്. എനിക്ക് ആ ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമായി, കാരണം ഇപ്പം ഇനി ബാഗ് എനിക്ക് അത്യാവശ്യമാണ്. ഞാൻ ഇതുവരെ കയ്യിൽ ബാഗ് യൂസ് ചെയ്യാത്ത ആളാണ്. ഡെയിലി ബാഗ് വേണം. മോളെ ഡൈപ്പർ, ഒരു കുട്ടി ഡ്രസ്സ്, ടവല്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെക്കാൻ എനിക്ക് കുറച്ച് വലിയ ബാഗ് വേണം കേട്ടോ. അവിടെ എന്തായാലും 55 ദിർഹംസ് ആണ് പ്രൈസ് വരുന്നത്. കുഴപ്പമില്ല, കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഉപയോഗിച്ച് നോക്കിയാൽ എന്താണെന്ന് അറിയില്ല. പിന്നെ അത് അവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, കാരണം എനിക്ക് ദുബായി പോകാൻ ലേറ്റായി വരുന്നു. നമുക്ക് ബായ് പറയാൻ നേരായിക്കുന്ന തോന്നുന്നുണ്ട് കേട്ടോ, കാരണം ഇക്ക എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പോവാണ്. എന്നാ എന്താ പറയാ, ഈ ദുബായ് വീഡിയോസ് ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഇവിടെ മോസ്റ്റ്ലി കഫേകളാണ് കേട്ടോ കൂടുതൽ. ഒന്ന് ചില്ല് ചെയ്യണം, ഒന്ന് വൈബ് ചെയ്യണം, കപ്പിൾസിനൊക്കെ ഒന്ന് വൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല പറ്റിയൊരു സ്പേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് എന്നോട് പറയാം. ഇവിടെ നൈറ്റ് വന്നാൽ നല്ല ഭംഗിയാവും കേട്ടോ കാണാൻ, കാരണം ഫുള്ള് ലൈറ്റാണ് കേട്ടോ. ഒരു 7 മണിയൊക്കെ 7 മണി 7:30 ആവുകയാണെങ്കിൽ ഫുള്ള് ലൈറ്റ് കത്തിയിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ കുറേ ഭാഗത്തൊക്കെ ലൈറ്റ് കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 6 o'clock ആയപ്പോൾ തന്നെ അതാ കുനാഫിന്റെ ഒരു ഐറ്റംസിന്റെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കഫേയില് നല്ല ഭംഗിയുണ്ട് കാണാൻ. കയ്യില് വെള്ളമൊക്കെ വരുന്നുണ്ട് ഗൈസ്, എന്നാലും അടിയിട്ട് കൊടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യൂട്യൂബ് അപ്പൊ അതാ ഞാന് എന്താ പറയാ, ഇക്കാനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇക്കാനെ കാണുന്നില്ല ഗൈസ്. ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നേ. പിന്നെ എന്താണ് നിങ്ങളൊക്കെ ഇത് ഷോൾസ് ആണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് കാശ്മീരി ഷോൾസ് ആണ്. ഞാൻ
പിന്നെ അതൊന്നും നോക്കാൻ നിന്നിട്ടില്ല. അപ്പൊ ഞാനിതാ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാ ജസ്റ്റ് ഇതാ ഇവരോട് പറഞ്ഞപ്പോ ഇവര് വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ടാ. ഇവരിവിടെ അതാ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി അടിപൊളി ഐറ്റംസ് ആക്കി വെച്ചിട്ടുണ്ട്. എവറിത്തിങ് ഹിയർ. ഓക്കെ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവര് പറയുന്നത്. പൊട്ടാറ്റോ ഐറ്റംസ് ആയാലും അവരെ മെനു നല്ല മെനു. ഐസ്ക്രീം, ഞാനിതാ ബേബിനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അത് നോക്കാണ് കേട്ടോ. അവിടൊക്കെ ഗൈസ് അത് 3D ആണ് കേട്ടോ വരുന്നത്. ഭയങ്കര സൗണ്ടും ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ പുറത്തേക്ക്. ഇപ്പൊ 4-5 കുട്ടികളൊക്കെ കേറിയിട്ടുണ്ട് കേട്ടോ അതില്. എന്താ പറയാ, എനിക്ക് കേറാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടാ. അവര് ഭയങ്കര പേടിക്കുന്ന പോലെ ഉണ്ട്. എനിക്ക് അവർക്ക് നല്ല പേടിയുള്ള പോലെ ഫീൽ ആവുന്നുണ്ട് കേട്ടാ. അയ്യ അവർക്ക് നല്ല പേടിയുണ്ട് തോന്നുന്നുണ്ട് കേട്ടാ. ഇല്ല പോവാ നമ്മള് പോവാ. ഒരാളിവിടെ കരയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. എന്നാലും ഞാന് വീഡിയോ ഒഴിവാക്കണ്ടെന്ന് നിങ്ങൾക്കും കൂടി കാണിക്കാലോ എന്നുള്ളത് ഇതിൽ നിൽക്കായിരുന്നു കേട്ടാ. ഹൗ മച്ച് ദിസ് പ്രൈസ്? 1 person 25 dirhams ആണ് കേട്ടോ. അപ്പൊ അത്ര കോസ്റ്റ്ലി ആണല്ല. ഞാൻ വിചാരിച്ച അത്യാവശ്യം ഉണ്ടാവും. അവര് വ്യൂസ് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടാ. ഒരാള് കരയുന്നുണ്ട്. ഇല്ല നമ്മള് പോവാ ലൈക്കെന്നാ കുറച്ച്. ഹൈ ഗൈസ്, ലൈറ്റ് വന്നപ്പോ നല്ല ഭംഗിയുണ്ടല്ലോ അവിടെ കാണാൻ. ഞാൻ ജസ്റ്റ് ആ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പൊ ഗൈസ് ഞാനിതാ പോവാണ് കേട്ടോ വീട്ടിലേക്ക്. എന്താ പറയാ, അപ്പൊ നമ്മളെ വീഡിയോ എൻഡിങ് ആണ്. അപ്പൊ സെക്കൻഡ് ഡേ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. UAE സെക്കൻഡ് ഡേ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ പറയാ, ഫ്രീ ആയിട്ട് നമുക്ക് UAE എവിടെയൊക്കെ പോവാന്നുള്ളൊരു അങ്ങനെ നോക്കുന്ന ഒരാളാണ് കേട്ടോ. മീൻസ് എന്താ പറയാ, ഇപ്പൊ എല്ലാവർക്കും എല്ലാതും അഫോർഡ് ചെയ്യണമെന്നില്ലല്ലോ. ഇവിടെ അതാ ഈ ഒരു സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. അത് കുറച്ച് അങ്ങോട്ട് പോകണം, നല്ല ഭാഗം പോകണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു റാമ്പ് ഒക്കെ ബാക്കിലേക്കൊക്കെ കണ്ടാലറിയാം. നല്ല കുറേ നടക്കാനുണ്ട് കേട്ടോ. കോർണിഷ് പറഞ്ഞാൽ മോസ്റ്റ്ലി എല്ലാവരും ജോഗിങ്ങിനൊക്കെ വരുന്ന സ്പേസ് ആണ് കേട്ടോ. പിന്നെന്താ പറയാ, ഈ കപ്പിൾസ് ഇതിന് വരുന്നത്, എന്താ പറയാ ഡയറ്റിന് വരുന്നത്, അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു കോർണിഷാണ്. നമ്മൾ വരുമ്പോൾ മോസ്റ്റ്ലി ഇവിടെ കപ്പിൾസ്, പിന്നെ അറബി ഫാമിലീസ് നന്നായിട്ട് വരും കേട്ടോ. അറബ് ഫാമിലീസിന് പിന്നെ പ്രൈസൊന്നും അങ്ങനെ ഇഷ്യൂ ഇല്ലാത്ത കാരണം അവരിവിടെ ഫുഡ് കഴിക്കാൻ ഇതിനൊക്കെ വരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അജ്മാൻ കോർണിഷ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു എന്റെ വീഡിയോയിലൂടെ. കാണാത്ത ആൾക്കാർ കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി കണ്ട ആൾക്കാർ കമന്റ് ഇട്ടിട്ട് ഇതാക്കാൻ നിൽക്കണ്ട, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. മോള് നല്ല കരയുന്നുണ്ട്. ഇക്കടയിൽ ഇപ്പൊ നല്ല പൊളിച്ച് ടീത്ത് എനിക്ക് കേൾക്കും. ഞാൻ പോവാണ് കേട്ടോ. ഇനി നാളെ ഡേ 3 മിക്കവാറും ദുബായ് മോളാവും, അല്ലെങ്കിൽ മീൻസ് അല്ലെങ്കിൽ അബ്ര പോണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.